രണ്ട് പപ്പമാരെയും കണ്ടതും അവരെല്ലാവരും ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റു. പപ്പ നല്ല ദേഷ്യത്തിലാണല്ലോ. അയാളെ കണ്ടതും ഷീതു പറഞ്ഞു. ഇന്ന് ചേട്ടായിക്ക് എന്തേലും കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. റയാൻ അവളോടായി പതിയെ പറഞ്ഞു. അങ്കിളിന് ഇതുപോലൊരു മുഖത്തോടെ ഞാൻ കണ്ടിട്ടില്ല. റിയ അവരെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി! ചാർലിയുടെ പപ്പ അകത്തേക്ക് കയറി വന്നതും അയാൾ ദേഷ്യത്തോടെ തന്നെ വിളിച്ചു. അയാളുടെ ദേഷ്യത്തിൽ എല്ലാവർക്കും ഒരു നിമിഷം ഭയം തോന്നി. ക്രിസ്റ്റി അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പപ്പേ, അവനെന്തോ അയാളോട് പറയാനായിട്ട് തുടങ്ങിയതും മുഖം മടച്ചൊരു അടിയായിരുന്നു അയാൾ. ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. ഇച്ചായ, എന്തായി കാണിക്കുന്നേ? പെട്ടെന്ന് അവന്റെ മമ്മി ഓടി വന്ന് അവരുടെ നടുവിലേക്ക് കയറി നിന്നു. നീ മാറി നിൽക്ക്, അയാൾ അരിശത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ക്രിസ്റ്റി തന്റെ കവളിൽ കൈവച്ചുകൊണ്ട് ദയനീയമായി അയാളെയും പുറകിൽ നിൽക്കുന്ന അവളുടെ പപ്പയും നോക്കി. പപ്പേ! ചാർലി അയാളെ നോക്കി വിളിച്ചു. ഇവൻ ചെയ്ത തെമ്മാടിത്തരം എന്താണെന്ന് നീ അറിഞ്ഞോ ചാർലി? നമ്മുടെ ഋഷിമോളെ ഇവൻ തല്ലിയേക്കുന്നു. അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞു. ഞങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു പപ്പേ. അതവനൊരു അബദ്ധം പറ്റിപ്പോയതാ, മനഃപൂർവ്വമൊന്നും ചെയ്തതല്ല. ചാർലി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അബദ്ധം പറ്റിയതാണെന്നോ? അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ പോയി അനാവശ്യം പറഞ്ഞ് അവളെ തല്ലിയതാണോ ചാർലി ഈ അബദ്ധം? അയാൾ ദേഷ്യത്തോട് അവനെ നോക്കി ചോദിച്ചു. പപ്പേ! ക്രിസ്റ്റി അയാളെ നോക്കി വിളിച്ചു. വേണ്ട, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. പലതവണ നിങ്ങളോട് 3 പേരോടും ഞാൻ മാറി മാറി പറഞ്ഞിട്ടുണ്ട്, എടുത്തു ചാടി ഒരു കാര്യവും പ്രവർത്തിക്കരുതെന്ന്. എല്ലാത്തിലും ആലോചിച്ചിട്ട് വേണം ചെയ്യാനെന്ന്. അല്ലെങ്കിൽ തന്നെ അവൾ ആരോടും സംസാരിച്ചു എന്ന് കരുതി ഇവനെന്താ പ്രശ്നം? ഇവനവളെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. എപ്പോഴും അവളോട് വഴക്കുണ്ടാക്കുന്നതല്ലേ ഇവന്റെ പതിവ്. പിന്നെ ഇവനെന്തിനാ അവളെ തല്ലാൻ പോയത്? നിനക്കെന്ത് അധികാരമാ അതിനുള്ളത്? ഇവനും അവളുടെ മമ്മിയും നിനക്കവളെ തീരെഴുതി തന്നിട്ടുണ്ടോ? അവർക്കറിയാം അവരുടെ മകളെ എങ്ങനെ വളർത്തണമെന്ന്. അല്ലെങ്കിൽ അവൾക്കൊരു ആങ്ങളയുണ്ട്. നീ എന്താ അവളുടെ ആങ്ങളെ ആവാൻ നോക്കിയതാണോ? അയാൾ ദേഷ്യത്തോട് അവനെ നോക്കി ചോദിച്ചു. അത് കേട്ടതും ക്രിസ്റ്റി നോക്കിയത് പുറകിൽ നിൽക്കുന്നവളുടെ പപ്പയുടെ മുഖത്തേക്കാണ്. അയാൾ അത്രയും നേരം വരെയും അവനോട് ഒന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ ക്രിസ്റ്റി. അയാൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. ഇത് എനിക്ക് എനിക്കവളെ അവളെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവളോട് വഴക്കുണ്ടാക്കുന്നതൊക്കെ അത് ഞാൻ ആസ്വദിക്കുക ചെയ്യുന്നത്. എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അവളോട് വഴക്കുണ്ടാക്കുന്നതും. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തത് വളരെ മോശമായിപ്പോയി. അതെനിക്കും നന്നായിട്ട് അറിയാം. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ട് നീ അവളോട് സോറി പറഞ്ഞോ? അയാൾ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ഞാൻ സോറി പറയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നതാ പപ്പേ. അവൾ എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഞാൻ സത്യമാ പറയുന്നത്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാ. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അയാൾ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. ക്രിസ്റ്റി അയാളുടെ പുറകിൽ നിൽക്കുന്ന അവരുടെ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. അയാളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിഷമത്തോടെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അങ്കിൾ, ഒന്നും മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുന്നില്ല. എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാ. അങ്കിൾ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടും ആ നിമിഷത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയി. എനിക്കറിയാം നിങ്ങൾ അവളെ ഒന്ന് നുള്ളിപ്പോലും നോവിക്കാതെ വളർത്തിക്കൊണ്ട് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ തല്ലിയത് നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നും എനിക്കറിയാം. ഐ ആം സോറി അങ്കിൾ. മാപ്പ് ചോദിക്കാനല്ലാതെ എനിക്ക് വേറെ ഒന്നിനും ഇപ്പം കഴിയില്ല. അവൻ അയാളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. ക്രിസ്റ്റി, ഞാനല്ല നിനക്ക് ക്ഷമിച്ചു തരേണ്ടത്, അവളാണ്. നിന്നോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. അവളുടെ മനസ്സ് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. നിനക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവുമാണ്. അതുകൊണ്ടാ അവൾ എന്നോട് അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ നിന്നെ ഞാനത് അറിയിച്ചത്. ഒരുപക്ഷെ അവൾ നിന്നെ കാണുന്നത് പോലെ നീ തിരികെ അവളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എൻ്റെ മോളുടെ മനസ്സിൽ തോന്നിയ ഇഷ്ടം അത് അവളെ പറഞ്ഞു മനസ്സിലാക്കി തിരിപ്പിക്കാമെന്ന് ഞാൻ കരുതി. എന്നാൽ ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നിനക്കും അവളെ തിരികെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്നും നീ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതാ, നിന്റെ മനസ്സിലുള്ളത് അവളെ അറിയിക്കണം, അവൾക്ക് ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ. അപ്പോൾ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവളുടെ ഈ കുറുമ്പൊക്കെ നീ ആസ്വദിക്കുന്നുണ്ടെന്നും കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ അത് തുറന്നു പറഞ്ഞോളാന്നും. അവളെന്നോട് പറഞ്ഞതാ ഒരിക്കലും നീ അത് അറിയരുതെന്ന്. പക്ഷെ എനിക്കെന്തോ നിന്നോടത് പറയാതിരിക്കാൻ തോന്നിയില്ല. പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കുന്നവളല്ല എൻ്റെ ഋഷു. അയാൾ ദയനീയമായി പറഞ്ഞു. അങ്കിൾ, ഞാനൊന്നും അവനെന്തോ പറയാനായി തുടങ്ങിയതും അയാൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിട്ടാ വന്നത്. അവളോട് ഞങ്ങൾ സംസാരിച്ചു. അവൾക്കിനി ക്രിസ്റ്റിയെ വേണ്ടാന്ന് അവൾ പറയുന്നേ. അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊരു നിമിഷം ഞെട്ടിപ്പോയി. അവൻ മാത്രമല്ല, കേട്ടുകൊണ്ട് നിന്ന എല്ലാവരും പരസ്പരം നോക്കി. ഋഷു അങ്ങനെ പറഞ്ഞോ എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും. കാരണം അവൾ അത്രത്തോളമാണ് അവനെ സ്നേഹിച്ചിരുന്നത്. ഈ ഒരു കാര്യത്തിന്റെ പുറകിൽ അവൾ അവനെ വേണ്ടെന്ന് വെക്കുമോ എന്ന് പോലും എല്ലാവരും മനസ്സിൽ ചിന്തിച്ചിരുന്നു. അവൻ അതിശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഋഷു അങ്ങനെ പറഞ്ഞു അങ്കിൾ? ചാർലി വിശ്വാസം വരാത്തതുപോലെ അയാളോട് ചോദിച്ചു. എന്നാൽ അതിന് അയാൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അതെ ചാർലി, അവൾക്ക് ഈ ഒരു ബന്ധത്തിനോട് ഇനി താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവളെ മനസ്സിലാക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ അവൾക്ക് താല്പര്യം. ഒരു നിസ്സാര കാര്യത്തിന് ക്രിസ്റ്റി ഇങ്ങനെയാ പ്രതികരിച്ചതെങ്കിൽ നാളെ മറ്റൊരു കാര്യം വരുമ്പോൾ അവൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് അവൾക്ക് സംശയമാണ്. മാത്രമല്ല, ഒരു ബന്ധത്തിൽ ആദ്യം വേണ്ടുന്നത് പരസ്പര വിശ്വാസമാണ്. അത് ക്രിസ്റ്റിക്ക് അവളോട് ഇല്ല എന്ന് തന്നെ അവൾ പറയുന്നത്. ആ സ്ഥിതിക്ക് ഇങ്ങനെയൊരു ബന്ധം അവൾക്ക് താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞു.
അവളുടെ ഇഷ്ടമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ചാർലിയുടെ പപ്പ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞു എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. ക്രിസ്റ്റി അതിന് മറുപടി ഒന്നും പറയാതെ, ഒന്നും മിണ്ടാതെ അവന്റെ റൂമിലേക്ക് പോയി. പോകുന്നത് എല്ലാവരും നോക്കി നിന്നു. അന്ന് രാത്രിയിൽ ഷീതു എന്തോ ആലോചനയുടെ റൂമിൽ തന്നെ നിൽക്കുകയായിരുന്നു. കുഞ്ഞു കട്ടിലിരുന്ന് കളിക്കുന്നുണ്ട്. അവളുടെ നോട്ടം മുഴുവൻ കുഞ്ഞിലേക്കാണ്. എന്നാൽ അവൾ മറ്റേതോ ലോകത്തും. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ചാർലി കാണുന്നത് മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന ഷീതുവിനെയാണ്. ഷീതു, അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ പതിയെ അവളെ വിളിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിനക്ക് ഇത്ര ആലോചന? എന്താ പറ്റിയത്? ക്രിസ്റ്റിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഇച്ചായ, എനിക്ക് ഇച്ചായനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടി നിനക്കൊരു മുഖവരയൊക്കെ? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാലോ. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. ഇച്ചായ, ഇന്ന് അവിടെ വെച്ചൊരു സംഭവം നടന്നു. ഞാൻ ഇച്ചായനോട് പറയാതെ അത് മറച്ചു വെച്ചു. പക്ഷെ അത് പറയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മനസ്സിനെ അത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവൾ നിറഞ്ഞ മിഴികളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താണേലും എന്നോട് പറയടി. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമെന്ന്? നിന്റെ ഒപ്പം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിൽക്കാറില്ലേ? അവൻ സംശയത്തോട് അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇച്ചായ, അത് ഞാനിന്ന് അവിടെ വെച്ച് അയാളെ കണ്ടിരുന്നു. അയാളും ഉണ്ടായിരുന്നു പ്രോഗ്രാം നടക്കുന്നിടത്ത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൻ നെറ്റിച്ചുളിച്ചു. ഷീതു ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. റയാൻ അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ എന്നെ... എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. എനിക്ക് അയാളെ എതിർക്കാൻ കഴിയാത്തതുപോലെ. എനിക്ക് എതിർക്കാൻ പേടിയായിട്ടല്ല. എൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് അയാൾ എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന്... അവൾ പറഞ്ഞുകൊണ്ട് നിന്നതും ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നിന്റെ മാത്രം കുഞ്ഞല്ല ഷീതു, എൻ്റെയും കൂടിയാ. നമ്മുടെ മകളാ അവള്. നീ ഇങ്ങനെ എൻ്റെ മോളെന്ന് പറയുമ്പോൾ ഞാൻ അവൾക്ക് അന്യനായതുപോലെ. എനിക്കവൾ യാതൊരു അവകാശവും ഇല്ലാത്തതുപോലെ തോന്നുക. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും തൻ്റെ സംസാരവും വാക്കുകളുമൊക്കെ അവനെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്ന് അവൾക്ക് തോന്നി. ഷീതു പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. സോറി ഇച്ചായ, അവൾ നമ്മുടെ മകളാ. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ പറയില്ല. എന്നോട് ദേഷ്യമായി കാണുമല്ലേ? ഞാൻ അയാളെ എതിർക്കാത്തതിന് ഇച്ചായൻ എന്നോട് പരിഭവമുണ്ടോ? അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാകൂടി. എനിക്കല്ലാതെ ആർക്കാ നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ഇതിനെപ്പറ്റി പപ്പയോട് സംസാരിക്കാനിരിക്കുക. പുതുവർഷം നമുക്ക് പുതിയൊരു ജീവിതമായാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജനുവരി 1-ാം തീയതി ലീഗലി ഞാൻ നിന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 ദിവസമായി ഞാൻ അത് തന്നെ ചിന്തിക്കുന്നുണ്ട്. കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് നടക്കണം. എൻ്റെ മനസ്സിൽ അങ്ങനെ ആരോ പറയുന്നത് പോലെ. അത് മാത്രമല്ല, അവൻ നിന്നെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലൊരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ മിന്നു വേണം. അപ്പോൾ ഒരിക്കലും അവൻ നിന്നിൽ അവകാശം ചോദിക്കില്ല. പിന്നെ ഇസുവിൻ്റെ കാര്യം, ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇസു നമ്മുടെ മകളായി പുലിക്കളത്തിൽ തന്നെ ഉണ്ടാകും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. അവൻ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ക്രിസ്റ്റിക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾക്കിനി ക്രിസ്റ്റിയെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. പരസ്പരം വിശ്വാസമില്ലാതെ എന്തിനാണ് ഒരു ജീവിതം എന്ന് അവൾ ചോദിക്കുന്നത്. ചെറിയൊരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെയാണ് ക്രിസ്റ്റി അവളെ സംശയിച്ചതെങ്കിൽ എങ്ങനെ ക്രിസ്റ്റിയോടൊപ്പം ജീവിക്കുമെന്ന് അവൾ ചോദിക്കുന്നേ. അവൻ്റെ പപ്പയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ കേട്ടിരുന്നു. അവൻ അവളോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ എങ്ങനെ അവളോടൊന്ന് സംസാരിക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഫോണിലൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി അവൻ തൻ്റെ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്നാൽ ക്രിസ്റ്റിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഓൾവേസ് ബിസി എന്ന് തന്നെ പറയുകയായിരുന്നു. ദേഷ്യം വന്ന ക്രിസ്റ്റി ഫോൺ എടുത്ത് കട്ടിലേക്ക് എറിഞ്ഞു. പിറ്റേന്ന് ഒന്നുകൂടി അവളെ കാണാൻ പോകണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അവളുടെ പപ്പ മുറിയിലേക്ക് വന്നതും അവൾ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയാൾ അവളുടെ തലയിലൊന്ന് തലോടിയതും അയാളുടെ സാന്നിധ്യം അറിഞ്ഞ് അവൾ കണ്ണുകൾ തുറന്നു. പപ്പേ, അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം അയാളെ ചുറ്റിപ്പിടിച്ചു. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അത് വിട്ടുകളയടി ചക്കരെ. അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് അവൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനിന്ന് പുലിക്കളത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. എന്നിട്ട്? അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു. എന്നിട്ടെന്താ? തോമസ് അവനെ തല്ലി. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. എന്താ? അങ്കിൾ ഇച്ചായനെ തല്ലിയോ? അവൾ വിശ്വാസം വരാത്തതുപോലെ അയാളോട് ചോദിച്ചു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. വേണ്ടായിരുന്നു, ഇച്ചെന്നെ തല്ലണ്ടായിരുന്നു പപ്പേ. ഞാൻ കാരണമല്ലേ അങ്കിള് തല്ലിയത്. ഇതുവരെ അങ്കിള് മക്കളെ തല്ലിയിട്ടില്ല. അവരെല്ലാവരും ഫ്രണ്ട്സിനെ പോലെയാ. ഇതിപ്പോൾ ഞാൻ കാരണം. അവൾ വിഷമത്തോടെ കണ്ണുകൾ നിറച്ച് അയാളെ നോക്കി ചോദിച്ചു. അത് സാരമില്ല, എൻ്റെ മോളെ അവൻ തല്ലിയില്ലേ? അപ്പോൾ അവനും തിരിച്ച് ആ വേദനയുടെ സുഖം എന്താണെന്ന് അറിയട്ടെ. അയാൾ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടായിരുന്നു, തല്ലണ്ടായിരുന്നു പപ്പേ. പപ്പ എന്തിനാ ഇച്ചേനെ തല്ല സമ്മതിച്ചത്? അവളിൽ അവനെ തല്ലിയതിൻ്റെ പരിഭവം നിറഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്നും തല്ലി കിട്ടിയിട്ടും അവന് വേണ്ടി തന്നെയാണല്ലോ എൻ്റെ മോള് വാദിക്കുന്നത്. അത്രയ്ക്ക് അസ്ഥയ്ക്ക് പിടിച്ചു പോയോടി? അയാൾ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോ പപ്പേ, അത് പപ്പയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെ കളിയാക്കിയതിൻ്റെ ദേഷ്യത്തിൽ അവൾ പരിഭവത്തോടെ അയാളെ നോക്കി പറഞ്ഞു. ഓ ഊവ്, എനിക്കൊന്നും മനസ്സിലാവില്ല.
ഞാൻ നിന്റെ പ്രായം കഴിഞ്ഞല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പ്രേമിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. അയാളും തിരിച്ച് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. പപ്പേനെ കളിയാക്കുക അല്ലേ? അവൾ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. അവൻ തല്ലിയതിന്റെ ദേഷ്യം ഒരറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിലും അവനെ തല്ലിയത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അയാൾ വീണ്ടും പറഞ്ഞു. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ മറ്റൊരു ബോംബ് കൂടി പൊട്ടിച്ചിട്ടാ അവിടെ നിന്നും വന്നത്. എല്ലാവരും അതും വിശ്വസിച്ചിരിക്കുക. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് നിനക്കിനി അവനെ വേണ്ടെന്നാ. അയാൾ പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചു. അയാൾ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അതെന്തിനാ പപ്പ അങ്ങനെ പറയാൻ പോയത്? ഇനി അത് കേൾക്കുമ്പോൾ ക്രിസ്റ്റിച്ചാൻ വിചാരിക്കില്ലേ സത്യമാണെന്ന്? അപ്പൊ എന്നെ വേണ്ടെന്ന് വെക്കില്ലേ? അവൾ അയാളെ നോക്കി ചോദിച്ചു. അവനങ്ങനെ വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ പോട്ടെന്ന് വിചാരിക്കടി. ലോകത്തിന്റെ അവൻ മാത്രമേ ആണായിട്ടുള്ളോ? നിനക്ക് അവനേക്കാൾ നല്ല സുന്ദരൻ ചെറുക്കനെ ഞാൻ കണ്ടെത്തിത്തരും. അയാൾ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് ക്രിസ്റ്റിച്ചാനെ അല്ലാതെ വേറെ ആരെയും വേണ്ട പപ്പേ. പരിഭവത്തോടെ അവളും പറഞ്ഞു. പിന്നെന്തിനാ അവനിവിടെ വന്നപ്പോൾ നിനക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞു നീ അവനെ പറഞ്ഞു വിട്ടത്? അവൻ സോറി ചോദിക്കാൻ വന്നതല്ലേ? നീ അത് കേൾക്കാൻ നിന്നില്ലല്ലോ. അയാളും തിരികെ അവളോട് ചോദിച്ചു. അത് എനിക്ക് ഇത്രയും നാൾ എന്നെ വേണ്ടാത്ത രീതിയിലല്ലേ ഇച്ചാൻ എന്നോട് നിന്നത്. എന്നിട്ടിപ്പോൾ എന്നെ തള്ളുകയും ചെയ്തു. അതും കഴിഞ്ഞ് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് സോറി പറയാൻ വന്നേക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം ഇനി എൻ്റെ പുറകെ നടക്കട്ടെ. ഇങ്ങനെ പുറകെ വരുന്നതിൻ്റെ സുഖം എന്താണെന്ന് ഒന്ന് അറിയട്ടെ കടുവ. കടുവയുടെ കാല് ക്ഷീണിക്കുന്നത് വരെ ഞാൻ നടത്തിക്കും. ഇത്രയും നാളും കടുവ രാജാവ് ഞാൻ ജോലിക്കാരിയല്ലായിരുന്നോ? ഇനി മുതൽ കടുവ ജോലിക്കാരനും ഞാൻ രാജ്ഞിയൊന്നാകട്ടെ. അയാളെ നോക്കി എന്തോ വലിയ സംഭവം പറയുന്നത് പോലെ പറഞ്ഞു. ഇത്രയുള്ള നിന്റെ പിണക്കല്ലേ? അയാൾ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു. അതിനവൾ അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു. ഇത്രയും സമയം അവളുടെ മുഖം കണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു അയാൾ. എന്നാൽ ഈ നിമിഷം കുറുമ്പോട് സംസാരിക്കുന്ന അവളെ കണ്ടതും അയാൾക്ക് വളരെ സന്തോഷം തോന്നി. ക്രിസ്മസിന് അവിടേക്ക് ചെല്ലാൻ വിളിച്ചിട്ടുണ്ട് തോമസ്. അയാൾ അവളെ നോക്കി. മമ്മി പറഞ്ഞിരുന്നു. ഞാൻ വരണോ പപ്പേ? എനിക്കെന്തോ വരാൻ തോന്നുന്നില്ല. അവൾ വിഷമത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവൻ അത്രയും സ്നേഹത്തോടെ വിളിച്ചതല്ലേ. നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുമ്പോൾ എങ്ങനെയാ വരുന്നില്ലെന്ന് നിരസിക്കാൻ കഴിയുക? അയാൾ തിരികെ അവളെ നോക്കി പറഞ്ഞു. നോക്കാം. അവളും പറഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അയാൾ അവളെ ചേർത്ത് പിടിച്ചു.